ഇന്നാകെ 2 ചെമ്പരത്തിയെ ചെടിയിൽ നിന്ന് കിട്ടിയുള്ളൂ. എനിക്ക് ആകെയുള്ള പഴയ ഷൂസാണ്. മാച്ചിങ് ആയിട്ട് ഇടാനുള്ള ഷൂസൊന്നും എൻ്റെ കയ്യിലില്ല. ആകെയുള്ളത് ഈ 32 ഇഞ്ചിൻ്റെ ടി വിയാണ്. ഈ 54 65 ഫീലൊന്നും ഈ ടി വിക്കകത്ത് കിട്ടുന്നില്ല. ഇതാണ് കയ്യിലുള്ള ഒരേ ഒരു വാച്ച്. മാർക്കറ്റിലാണെങ്കിൽ പുതിയ വാച്ചൊക്കെ ഇറങ്ങുന്നുണ്ട്, ഓരോ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്ത് ബോഡിയാ, എന്ത് മസിലാ. എൻ്റെ കൈയാണെങ്കിലാണ് വിറകുകൊള്ളി പോലെ ഇരിക്കുന്നത്. ഈ മുഖത്താണെങ്കിൽ ഫുള്ള് കുരുവും പാടും മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെയൊക്കെ നിറം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആകെ കയ്യിലുള്ളത് അങ്കിളുമാരൊക്കെ ഇടുന്ന ഈ ഒരു ബെൽറ്റാ. നല്ലൊരു ലെതർ ബെൽറ്റ് പോലും ഇല്ല കയ്യിൽ. ഡെയിലി ഇതിനകത്തൊന്ന് കുത്തിയിരുന്ന് മടുത്ത്. എന്തൊരു ഡിപ്രസിംഗ് ആണ് ഈ ജോബ്. ബാക്കിയുള്ളവരൊക്കെ എൻജോയ് ചെയ്യുന്ന കാണണം. ഷോ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ? ബാക്കിയുള്ളവരൊക്കെ എന്ത് അടിപൊളി വണ്ടികളാ, ലക്ഷൂറിയസ് വണ്ടി. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ചെറിയൊരു വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റ തുറന്നു നോക്കി കഴിഞ്ഞാൽ എല്ലാ 2 മാസം ഓരോരുത്തരും ട്രിപ്പ് പോകും. സോളോ ട്രിപ്പ്, ഫാമിലി ട്രിപ്പ്, എല്ലാം വിദേശത്ത്. നമ്മളാണെങ്കിൽ എന്തെങ്കിലും പുറത്തു പോലും പോയിട്ടില്ല. ഇങ്ങനെയെല്ലാം ആലോചിച്ച് ഫുൾ നെഗറ്റീവ് തോട്ട്സായി, ആങ്സൈറ്റി ആയി, ഡിപ്രഷനായി, അങ്ങനെ ഒരു വർത്ത്ലെസ് ഫീലിംഗ് ആണോ നിങ്ങൾക്കുള്ളത്? എന്നാലേ ഒന്ന് മാറി ചിന്തിച്ചു നോക്കൂ. 2 ചെമ്പരത്തിയെ തോട്ടത്തിന് കിട്ടിയുള്ളെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ചെടിയിൽ നിറയെ പൂക്കളായിരുന്നു. എനിക്ക് ഈ ഷൂ എങ്കിലും ഉണ്ടല്ലോ. പക്ഷെ എത്ര പേരെ നമുക്ക് ചുറ്റും ഒരു നല്ല ചെരുപ്പ് പോലും ഇല്ലാതെ നടക്കുന്നത്. സ്വന്തമായിട്ട് വീട്ടിൽ ഈ ഒരു ടി വി എങ്കിലും ഉണ്ടല്ലോ. പലർക്കും ടി വി തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു അത്ഭുത യന്ത്രം തന്നെയാണ് ഇപ്പോൾ. എനിക്ക് ഈ ഒരു വാച്ചെങ്കിലും ഉണ്ടല്ലോ. പക്ഷേ കാഴ്ചയില്ലാത്തവർക്ക് എല്ലാ വാച്ചും ഒരുപോലെയാണ്. സമയം അറിയാൻ കഴിയുന്ന ഒരു മെഷീൻ. വലിയ ബോഡിയോ മസിലോ ഒന്നും ഇല്ലെങ്കിൽ എന്താ, ആരോഗ്യമുള്ള 2 കൈയും കാലും അതില്ലാത്തവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. വലിയ ഷാറുഖ് ഖാനൊന്നും അല്ലെങ്കിലും ഉള്ള സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ചെറിയ കാറേ ഉള്ളൂ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് പുറത്ത് ഇതൊന്നുമില്ലാതെയും ഹാപ്പി ആയിട്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ജോലി ഒരു മടുപ്പാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കുറേ ആൾക്കാർ പുറത്ത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. ഈ എബ്രോഡൊന്നും ട്രിപ്പ് പോവാതെ സ്വന്തം നാട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ സ്വർഗം സ്വന്തം നാടും വീടും തന്നെയാണ്. ഇങ്ങനത്തെ കമ്പാരിസൺസ് എപ്പോഴും നമ്മുടെ ശത്രുക്കളാണ്. നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെയാണ് അത് വളർത്തുന്നത്. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാം, അല്ലെങ്കിൽ ചെറിയ കാര്യത്തിൽ സന്തോഷം കണ്ടെത്താം.